ആരാണ് ഒരു നേതാവ്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു സമൂഹത്തിലോ ജനതയിലോ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരെ നമുക്ക് നേതാവെന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നാം ഇന്നറിയുന്ന പലരും നേതാക്കളല്ല എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചത്? എന്നാലിതാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും ശക്തമായി നിലനിൽക്കാൻ നിർഭയനായി ഉലയൂതിയ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചാണ്. ആദ്യം പറഞ്ഞതാണ് നേതാവിൻ്റെ നിർവചനമെങ്കിൽ, അക്ഷരം തെറ്റാതെ നേതാവെന്ന് വിളിക്കാൻ കഴിയുന്നൊരു ജനനേതാവ്. അതെ, അങ്ങനെയൊരാൾ നമ്മുടെ രാജ്യത്തുണ്ട്. നാം പോലും അറിയാതെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ആ നേതാവിൻ്റെ പേര് ധ്രുവ് റാഠി എന്നാണ്. ഈ നാടിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ധ്രുവ് റാഠി എന്ന യുവാവിൻ്റെ ജീവിതകഥ ഈ അവസരത്തിൽ നമ്മൾ അറിഞ്ഞേ മതിയാകും. ആരാണ് ധ്രുവ് റാഠി എന്ന് ആദ്യമേ പറയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവോ അനുഭാവിയോ പ്രവർത്തകനോ അല്ല ധ്രുവ്. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാതെ പോയതും ധ്രുവ് റാഠി എന്ന ഈ യുവാവിൻ്റെ കൂടി നിലപാടുകളുടെയും ധീരതയുടെയും ഫലമായാണ്. 400 സീറ്റ് ലക്ഷ്യമിട്ട് മോദി സർക്കാരും BJPയും ബ്രഹ്മാണ്ഡ പ്രചാരണം നടത്തുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് നിർഭയനായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ശബ്ദമില്ലാത്തവൻ്റെ മാത്രമല്ല, ഭയത്താൽ നാവ് കെട്ടപ്പെട്ടവൻ്റെ കൂടി ശബ്ദമായി മാറുകയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. രാജ്യം ഏകാധിപത്യത്തിലേക്ക് വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ധ്രുവ് റാഠി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും അജണ്ടകൾ സംബന്ധിച്ച ആശങ്കകൾ പങ്കുവച്ചു. ഇന്ന് പ്രതിപക്ഷത്തെ ഒരു നേതാവിനും കഴിയാത്ത നിലയിൽ ജനങ്ങളോട് ഹൃദയം കൊണ്ട് സംവദിച്ചു. തങ്ങളുടെ നാവിലും തലച്ചോറിലും വീണ കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ ഇന്ത്യൻ യുവതയെ ഈ ചെറുപ്പക്കാരൻ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആരാണ് ഈ ധ്രുവ് റാഠി? പൂർണ്ണമായും ഇന്ത്യൻ യുവത്വത്തിന് അന്യനല്ല ഈ യുവാവ്. കാരണം സൈബർ ലോകത്ത് BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ നിലപാടുകൾ ഉറക്കെ പറഞ്ഞാണ് ധ്രുവ് റാഠി താരമായത്. 1994 ഒക്ടോബർ 8 ഹരിയാനയിലെ ഒരു ഹിന്ദു ജാട്ട് കുടുംബത്തിലാണ് ധ്രുവ് റാഠി ജനിച്ചത്. അച്ഛൻ ഒരു ബിസിനസ്സുകാരനും അമ്മ അധ്യാപികയുമാണ്. റാഠിക്ക് ഒരു ഇളയ സഹോദരനുമുണ്ട്. ഹരിയാനയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ധ്രുവ് ഡൽഹി സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ജർമ്മനിയിലെ കാൾസ്റൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി. 2015 മുതൽ 2017 വരെയായിരുന്നു ഇയാളുടെ ജർമ്മനിയിലെ പഠനകാലം. ഇതിനിടെ ധ്രുവ് റാഠി ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി, ജർമ്മൻ യുവതിയായ ജൂലി. 2018 ഡേറ്റിംഗ് ആരംഭിച്ച ഇവർ 2020 വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ജർമ്മനിയിലേക്ക് ഉപരിപഠനത്തിന് പോകും മുമ്പ് തന്നെ ധ്രുവ് റാഠി തൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. 2013 മുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു തുടങ്ങി. ഏതൊരു സാധാരണ യൂട്യൂബറെയും പോലെ ധ്രുവ് റാഠിയുടെയും 2 വർഷം കടന്നുപോയി. 2013 യൂട്യൂബിലേക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യകാല വീഡിയോകൾ കൂടുതലും ട്രാവൽ വ്ളോഗുകളായിരുന്നു. എന്നാൽ താമസിക്കാതെ അദ്ദേഹം സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ആഴത്തിലുള്ള ഗവേഷണത്തിനും ആകർഷകമായ അവതരണ ശൈലിക്കും പേരുകേട്ടതാണ് ധ്രുവ് റാഠിയുടെ വീഡിയോകൾ. 2022 മുഹമ്മദ് പരാമർശ വിവാദം, 2022 തന്നെ മോർബി പാലം തകർച്ച, 2019 പുൽവാമ ആക്രമണം, 2023 മണിപ്പൂർ ആക്രമണം എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം തൻ്റെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജർമ്മനിയിലെത്തി ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നേർചിത്രം മനസ്സിലാക്കിയതോടെയാണ് ഇന്ത്യൻ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ധ്രുവ് റാഠി തിരിച്ചറിഞ്ഞത്. ഇതോടെ ഇന്ത്യൻ സർക്കാരിനെതിരെ വീഡിയോകൾ ചെയ്യാൻ ആരംഭിച്ചു. ധ്രുവ് റാഠി 2016 ആദ്യമായി സർക്കാർ നിലപാടിനെതിരെ വീഡിയോ ചെയ്തു തുടങ്ങിയത്. 2024 ഫെബ്രുവരി മുതൽ ഏറ്റവും ഒടുവിൽ 2024 ജൂൺ 3 വരെ ചെയ്ത വീഡിയോകളിൽ ഭൂരിപക്ഷവും BJPയുടെയും മോദിയുടെയും നിലപാടുകൾക്കെതിരെ ആയിരുന്നു. ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവ് ചെയ്ത വീഡിയോ കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ്. അന്താരാഷ്ട്ര തലത്തിലുൾപ്പെടെ അത് ചർച്ചയാവുകയും ചെയ്തു. പൊതു തെരഞ്ഞെടുപ്പ് പ്രഹസനമായി മാറാതിരിക്കാൻ ജനങ്ങൾ ശരിയായ തീരുമാനമെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ 2 മാസം മുമ്പാണ് പുറത്തു വന്നത്. BJPയുടെ IT സെൽ പുറത്തുവിടുന്ന നുണകൾ, EVM തട്ടിപ്പ്, യോഗി ആദിത്യനാഥും യാഥാർത്ഥ്യങ്ങളും, മോദി ഭരണത്തിൻ്റെ ദുരിതങ്ങൾ തുടങ്ങിയ വീഡിയോകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൻ ഹിറ്റാവുകയായിരുന്നു. മണിപ്പൂരിലെ വർഗീയ കലാപത്തെക്കുറിച്ചുൾപ്പെടെയുള്ള ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളും ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തിന് കരുത്ത് പകരാൻ ധ്രുവിൻ്റെ വീഡിയോകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായി മാറാതിരിക്കാൻ ഇന്ത്യൻ പൗരന്മാർ ശരിയായ തീരുമാനമെടുക്കാൻ ആഹ്വാനം ചെയ്ത വീഡിയോ അടക്കം നിരവധി വീഡിയോകൾ ഇന്ത്യൻ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വിവിധ ഭാഷകളിലായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു.
400 സീറ്റുകൾ ലക്ഷ്യമിട്ടിറങ്ങിയ നരേന്ദ്രമോദിയുടെയും സംഘത്തിൻ്റെയും ജനപ്രീതി ഇടിയുന്നതിന് ധ്രുവറാഠിയുടെ വീഡിയോകൾ വഹിച്ച പങ്ക് വലുതാണ്. സങ്കീർണമായ വിഷയങ്ങൾ പോലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഈ യുവാവിന് അസാധ്യ കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും വിവിധ വിഷയങ്ങളിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. ഇന്ത്യൻ സർക്കാരിനെയും അതിൻ്റെ നയങ്ങളെയും ഇദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇത് ചില വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. എന്നാലും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തിൽ ജനപ്രിയനും സ്വാധീനമുള്ള വ്യക്തിയുമായി മാറുകയായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയതിനും BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാതെ പോയതിനും ധ്രുവറാഠിയുടെ വീഡിയോകളും വലിയ പങ്ക് വഹിച്ചു എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ധ്രുവ് പ്രതികരിച്ചിരുന്നു. സാധാരണക്കാരൻ്റെ അധികാരത്തെ വില കുറച്ച് കാണരുത് എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം മാറാൻ ഉലയൂതുക വഴി മോശമല്ലാത്ത വരുമാനവും ധ്രുവറാഠി നേടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന യൂട്യൂബർമാരിൽ ഒരാളാണ് ധ്രുവറാഠി. യൂട്യൂബിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിമാസ വരുമാനം $10,000 $20,000 ഇടയിലാണ്. അതായത് 8,30,000 രൂപ മുതൽ 16.5 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് സമം. യൂട്യൂബിൽ നിന്നുള്ള ധ്രുവറാഠിയുടെ വാർഷിക വരുമാനം കേട്ട് നിങ്ങൾ കണ്ണു തള്ളരുത്. 1 കോടി രൂപയ്ക്കും 2 കോടി രൂപയ്ക്കും ഇടയിലാണത്. ഈ വരുമാനത്തിന് പുറമെ സ്പോൺസർഷിപ്പുകളിൽ നിന്നും ബ്രാൻഡ് ഡീലുകളിൽ നിന്നും ധ്രുവറാഠി പണം സമ്പാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊത്തം വാർഷിക വരുമാനം $2,50,000 $5 ലക്ഷം ഇടയിലാണത്രേ. അതായത് 2 കോടി മുതൽ 4 കോടിയിലേറെ രൂപ വരെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ വാർഷിക വരുമാനം. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ നാട്ടിൽ ധ്രുവറാഠിമാർ വീണ്ടും ഉയർന്നു വന്നേക്കാം എന്ന് സാരം.